വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇത് ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണ്. വൺ മിനിറ്റ്, ഇതൊക്കെ ഒന്ന് കുറച്ചിടട്ടോ, ഭയങ്കര വോളിയം. ഇതെല്ലാം കുറച്ചിടാം, ഇല്ലെങ്കിൽ ഭയങ്കര വോളിയം ആയിരിക്കും. ഇപ്പം അധികം വോളിയില്ല. ഇപ്പം ഇത് നമ്മൾ M5 ആണ്. ഞാൻ ഷോർട്സൊക്കെ ഇടാറുണ്ട്. എല്ലാവരും ഒന്ന് സബ്ബൊക്കെ ചെയ്യും. ഇന്നിതിൽ വെറുതെ ഇരുന്നപ്പോഴേക്കും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് പറഞ്ഞ് തീർന്നില്ല. അതിൻ്റെ മുമ്പ് കണ്ട വണ്ടിയുടെ ഫ്രണ്ട് പോയത് കണ്ട. എന്നാ ചെയ്യാൻ പറഞ്ഞ് ഇത് വന്നില്ല. അതിൻ്റെ മുമ്പ് തന്നെ ഇനി വണ്ടി ഇവിടെ പോയി റിപ്പയർ ചെയ്യാം നമുക്ക്. അതാണ്ട് അടുത്ത് എൻ്റെ അപ്പനെ ഫുള്ള് ലോറും കൂടി ആക്കി വെച്ചേക്കുന്നുണ്ട്. ഒടുക്കത്തെ സീൻ ആ വീട്ടിൽ നിന്ന് എടുക്കാൻ. പിന്നെ M5 കുറച്ച് നല്ല നല്ല റീലൊക്കെ എടുക്കണമെന്നുണ്ട്. ഇന്ന് നമ്മൾ മൗണ്ടൈൻ പോകാമെന്ന് വെച്ചു. മൗണ്ടൈൻ അപ്പം ഞാൻ ഡേ ആക്കി. എനിക്ക് ഇത് ഈവനിങ് ഇപ്പോൾ വേണ്ട. ഈവനിങ് മൗണ്ടൈനൊക്കെ എത്തുമ്പോൾ ഇട്ടാൽ മതി. ഇപ്പം ഞാൻ എന്താണെങ്കിലും ഓടിക്കുക. ഇങ്ങനത്തെ ക്യാമറ ആണോ അതോ ഇൻസൈഡ് ക്യാമറ അത് മതിയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താണ്ട്. ഇത് മതിയോ? ഇടിച്ച് എൻ്റെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം അധികം ആൾക്കാരൊന്നും കാണില്ല. എന്താണെങ്കിലും നമുക്ക് സിറ്റി 1 പോവാം. അല്ലാണ്ട് ഇവിടെ നിന്ന് ഓടിച്ചങ്ങോട്ട് പോവുക. ഇത് തന്നെ ആ വഴിയെന്ന് തോന്നുന്നു. കാര്യം മുമ്പ് ഞാൻ ഇതുവഴി കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇതായിരിക്കും, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. പിന്നെ അപ്പുറത്തെ സൈഡ് ഇതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിയായി എല്ലാം ആയിരിക്കും. നല്ല പറപ്പിച്ച് വിടുക. ബ്രേക്ക് ടയറിൻ്റെ ഇത് കണ്ട 13 ഉള്ള. എവിടെയെങ്കിലൊക്കെ ഇടിച്ച് കിടക്കും. കൊള്ളാം. ഇപ്പം 13 തന്നെയാണ് ഇപ്പോഴും. ഇപ്പം പെട്രോൾ അത്യാവശ്യമുണ്ട് ഇവിടെ. നമുക്ക് അവിടെ റിപ്പയർ ഉണ്ട്. ഇപ്പം സിറ്റി 1 ആയി. അപ്പം ഇനി ഇവിടുന്ന് വേണം നമുക്ക് അങ്ങോട്ട് പോയെന്നാണ്ട്. ഇവിടെ ആയിട്ട് ഒരെണ്ണമുണ്ട് കാർ സർവീസ്. അപ്പം അവിടെ കയറി നമുക്ക് സർവീസും കൂടി ചെയ്യാം. അതാണ്ട് ഇവിടെ തന്നെ സർവീസും ചെയ്തിട്ടുണ്ട്. ഇനി ടയർ തൽക്കാലത്തേക്ക് ഇത് അല്ല, ടയർ ഇത് ഇടാൻ പറ്റൂല. കാര്യം അവിടെ ഓഫ് റോഡ് പോലെയൊക്കെ പോകും. അപ്പം ഈ ടയർ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടി കയറത്തില്ല. സ്കിഡായി പോകും. പുതിയ ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുക. ഇനി മൗണ്ടൈൻ എത്തിയിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം. അപ്പം നമ്മൾ കണ്ട ഇവിടെ കാറ് ഇങ്ങനെ പെട്രോൾ തീർന്നിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി ഇവിടെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുക. പെട്രോൾ ഫുൾ ടാങ്ക് ആയിട്ട് ഞാൻ തണ്ട ഈ അസാലൈറ്റ് കൊണ്ട് ഇട്ടിക്കാൻ. ഇപ്പം ഫുള്ള് ഡസ്റ്റ് ആയിട്ടുണ്ട്. അസാലൈറ്റ് ഇട്ടപ്പോൾ കുറച്ചുകൂടി കാറ് കാണാൻ കൊള്ളാം. ഇത് നവൻ വൈറ്റ് യൂട്യൂബില്ല ആ ഒരു മച്ചാൻ്റെ കാറ് ഇൻസ്പയർഡായിട്ട് ഞാൻ M5 കിട്ടിയപ്പോൾ തന്നെ അങ്ങോട്ട് ചെയ്ത്. ഇവിടെ അടുത്ത് തന്നെ എന്നാ പറഞ്ഞത്. ഇൻറ്റീരിയർ ഇട്ട് ഞാൻ ഓടിക്കുന്നില്ല. അത് ഒട്ടും കാണാൻ പറ്റത്തില്ല. അതാ കുഴപ്പം. ഇവിടുന്ന് എങ്ങോട്ടാ? ഇങ്ങനെ ഇവിടുന്ന് നേരെ തിരിയണം. എന്നിട്ട് അവിടുന്ന് റൈറ്റ് എന്തോ ആണ്. ഇവിടുന്ന് റൈറ്റ്. ഈ റൂട്ട് തന്നെ. ഇതും കുറേ യൂട്യൂബേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വണ്ടി ഫ്ലെയിമൊക്കെ നല്ലോണം വന്നുണ്ട്. ഇപ്പുറത്ത് കാണുന്ന ഈ റെസ്റ്റോറൻറ്റ് അത് നമ്മളെ ആണല്ലോ. അതുകൊണ്ട് പിന്നെ സീനില്ല. നമുക്ക് ഇതുവഴി പോയിട്ട് അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ പോവാം. ഇപ്പം ഞാൻ എന്താ മിണ്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് കയറുമ്പോൾ നല്ല കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിച്ചിരിക്കും. ഒന്നാമത്തെ വണ്ടി ലോവറുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് കയറുന്നതെന്ന് പോലും എനിക്കറിഞ്ഞൂടാ.
ഇവിടെ നിന്നൊക്കെ വളയോ, ഇതൊക്കെ എപ്പോഴും ഞാൻ വീഴുന്ന സ്ഥലമാണ്. കയറി ഒരു കണക്കിന് ഇനി ഒരു വളവും കൂടി ഉണ്ട്, അത് കയറാമെന്നാണ് മിക്ക വണ്ടി. ഞാൻ സിവിക്കായിട്ടൊന്നും വരികയല്ല, സിവിക്കൊന്നും ഇതുവഴി കയറത്തുകൂടിയില്ല. നമ്മൾ ടോപ്പ് എത്തിയിട്ടുണ്ട്. ഒരു ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റുമോ? ഇല്ല. വേണ്ട, ഇല്ല, പേടിക്കണ്ട, അടിച്ചിട്ടില്ല. ഇവിടെ പാർക്ക് ചെയ്തയക്കാം. വേണ്ട, ഇത് നമ്മളെ വണ്ടിയുടെ ഫ്രണ്ട് കണ്ട ഫുള്ള് ചെളി പിടിച്ച് ഇതായി. അത് നമ്മളെന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്പീഡിൽ വരല്. നമ്മൾ ഈ മൗണ്ടൈനൊക്കെ കയറുകയാണെങ്കിൽ പതുക്കെ പോകാൻ പാടുള്ളൂ. ഞാൻ നല്ല അടിച്ച് വിട്ട് ജെറ്റ് പോകുന്ന പോലെ നല്ല സ്പീഡിൽ പോന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ഞാൻ വെറുതെ ഒരു ഇതും കിട്ടിയില്ല, ഒരു കണ്ടൻറ്റൊന്നും കിട്ടിയില്ല. പിന്നെ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ അല്ല, ആരും കാണത്തൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തൊരു വീഡിയോ. അപ്പം എല്ലാവരും ബൈ.